ഇതേ കണ്ടില്ലേ, ഇതാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വാമിമാരുടെ അവസ്ഥ. ഒന്ന് തുണിയെടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. തുണി കൊടുത്തോണ്ട് പൂജ ചെയ്താൽ ദൈവങ്ങൾ കേൾക്കില്ല എന്നതാണ് ഇവരുടെ വിശ്വാസം. ആ ഡോക്ടറിനെ കാണാനിരിക്കുന്ന ആ സ്വാമി ഈ അടുത്ത് ഒരു വീഡിയോയിൽ കണ്ടത്, ഇദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ പൂക്കൾ വിതറിക്കൊണ്ട് അവിടെ സ്ത്രീകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അദ്ദേഹം ഈ സ്ത്രീകളുടെ എല്ലാം ശരീരത്തിൽ ചവിട്ടിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. എല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഇയാൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാൾക്കൊരു ചുമ വന്നപ്പോൾ ഈ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. മനുഷ്യൻ എത്രമാത്രം അതപ്പതിച്ച ചിന്താഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ. വളരെ ചെറിയൊരു അസുഖമായ ഒരു ചെമ മാറ്റാൻ പോലും അദ്ദേഹത്തിന് കഴിവില്ല. ഈ മനുഷ്യനിൽ നിന്നും അനുഗ്രഹം തേടാനാണ് ഈ ജനങ്ങളെല്ലാം ചെന്നു കൂടുന്നത്. അപ്പുറത്തൊരു സ്ത്രീ പൂർണ്ണ നഗ്നയായിരുന്ന് പൂജ ചെയ്യുന്നു. എന്തിനാണ് ഇവർ ഈ പൂർണ്ണ നഗ്നയായിട്ടിരുന്ന് പൂജ ചെയ്യുന്നത്? ദൈവത്തിന് നഗ്നത പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി കിട്ടത്തില്ല എന്നുള്ളതായിരിക്കും ഇവരുടെ ധാരണ. എന്തെങ്കിലും തുണി പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം ഇവരുടെ ശരീരത്തേക്ക് വരില്ല. അല്ലാതെ എന്ത് പറയാനാണ്? വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ നമ്മൾ വെറും സംസ്കാര ശൂന്യന്മാരും വിവരം കെട്ടവരുമാണെന്ന് നമ്മൾ അപമാനിക്കുന്നു. കാലം ഇത്ര മാറിയിട്ടും ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും മനുഷ്യൻ മാത്രം മാറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ഏതെങ്കിലും അന്യപുരുഷന്മാർ ബീഫ് തീറ്റിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ അന്വേഷണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ ഉള്ള ഇതുപോലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ജാതി വ്യവസ്ഥതയല്ലേ അന്യമതക്കാർക്ക് നമ്മുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള എളുപ്പ വഴിയായി കാണുന്നതിൽ? ഈ ജാതി വ്യവസ്ഥ ഉണ്ടായത് കൊണ്ടല്ലേ നമ്മുടെ രാജ്യത്തേക്ക് മറ്റു മതങ്ങൾ കടന്നു വന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ മുന്നോക്കക്കാരായ സവർണരായ എത്ര പേരാണ് മതം മാറിയിട്ടുള്ളത്? കാരണം അവർക്കതിന്റെ ആവശ്യമില്ല. അവർക്ക് നല്ല ദൈവങ്ങളുണ്ട്, നല്ല ആചാരങ്ങളുണ്ട്, നല്ല ആഹാരമുണ്ട്, നല്ല രീതികളുണ്ട്. എന്നാൽ താഴെക്കടയിലുള്ളവർക്ക് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ മറ്റു മതത്തിലേക്കൊക്കെ ചെക്കേറുന്നത്. നാം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളല്ലേ. നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ മതത്തെയും നമ്മുടെ ആചാരങ്ങളിലും ചേർന്ന് നിൽക്കുന്നവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടതിന് പകരം മറ്റു മതത്തിലേക്ക് തള്ളിക്കൊടുത്തിട്ട് ആരെങ്കിലും അവരുടെ വാക്യത്ത് ബീഫ് വച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നു. ഇതൊക്കെയല്ലേ മാറ്റേണ്ടത്?